മറ്റേ ഇത് രാജീവേട്ടൻ പറഞ്ഞ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ പടം കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിക്ക് 3 മണി 4 മണിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളന്ന് രാത്രി 8 മണി വരെ 8:30 വരെയൊക്കെ മറ്റേ ത്രൂ ഔട്ട് വോയിസ് മെസ്സേജ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, സിനിമയെ കുറിച്ച്. പിറ്റേ ദിവസം രാവിലെയും ആ കൺവെർസേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പോഴും അത് കുറേ ലൂപ്പിൽ ഇങ്ങനെ റിക്കറിങ് ആയിട്ട്, ഫ്രീക്വൻസി കുറവാണെങ്കിലും റിക്കറിങ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഏതൊക്കെ ലെവലിൽ കണക്ട് ആയതുകൊണ്ട് ആ പുള്ളി പറഞ്ഞൊരു സാധനമുണ്ട്. മറ്റേ ശരിക്കും ഈ ഗുഹ എന്ന് പറയുന്നത് ഒരു വൂമ്പാണ്. ആ വൂമ്പിൻ്റെ സ്ട്രക്ചറാണ്. അത് മൊത്തം ഇരുട്ട്, അങ്ങനെ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ളൊരു സ്ഥലം. എന്നിട്ട് ആ ഇവർ മുകളിലേക്ക് പോകുന്ന ആ കയർ മറ്റേ അംബിലിക്കൽ കോഡ് പോലൊരു സാധനമാണ്. അതാണ് മറ്റേ. എന്നിട്ട് ആ ഗുഹേൻ്റെ പുറത്തേക്ക് വരുന്നത് റീബർത്ത് തന്നെയാണ് എന്ന് മൂപ്പര് റെഫറൻസ് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് എനിക്കിത് സ്ട്രൈക്ക് ചെയ്തത്. അതായത് ഈ റീബർത്ത് എനിക്ക് കിട്ടിയൊരു സാധനം മറ്റേ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാധനം എനിക്ക് കിട്ടിയത്. ഇവൻ ആ പാറയുടെ പുറത്ത് കിടക്കുമ്പോൾ അവൻ കിടക്കുന്നത് മറ്റേ ജീസസ് ക്രൈസ്റ്റ് കുരിശി കിടക്കുന്നത് പോലൊരു എന്താ പറയുക, ബോഡി ലാംഗ്വേജിലാണ് അയാൾ അവിടെ കിടക്കുന്നത്. അത്രയും ഹെൽപ്ലെസ് ആയിട്ട് കയ്യും കാലവും കാണിയടിച്ചതല്ല അങ്ങനെ കിടക്കണം. പിന്നെ മറ്റേ ഇവൻ പുറത്തേക്ക് വരുമ്പോൾ മറ്റേ ഈ സൗബിൻ്റെ മടിയിൽ ഇവനിങ്ങനെ കിടക്കുമല്ലോ. അതിനുശേഷം മറ്റേ പുറത്തേക്ക് വന്ന തീച്ചുളൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അമ്മ വന്നിട്ട് നിങ്ങൾ മരണത്തെ കണ്ടവനാണെന്ന് പറഞ്ഞിട്ട് അവർ തൊട്ടുനിറയിൽ വെച്ചിട്ട് പോകുമല്ലോ, അല്ല കാല് പിടിച്ചിട്ട് പോകുമല്ലോ. അപ്പോൾ ആ കാല് ഇവൻ്റെ കിടപ്പൊക്കെ ഈ പീഡിതനായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ, നമുക്ക് മറ്റേ മെൽ ഗിബ്സൺ മറ്റേ സിനിമയില്ലേ, എന്താണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇല്ലേ, അതിൻ്റെയൊക്കെ കുറേ എന്താ പറയുക, അതിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ ക്രൈസ്റ്റിനെ കണ്ടിട്ടുള്ള അത്രയ്ക്കും പീഡിതനായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ഒരുപക്ഷെ അതിനേക്കാളും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ അതിനേക്കാളും ഭയങ്കര ഹ്യൂമൺ ആയിട്ടും അതിനേക്കാൾ ഭയങ്കര ടോർമെൻറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാലിൽ മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് അയാൾ ഇങ്ങനെയാണ് കാര്യം ചെയ്യുന്നത്. ഇത് അതുപോലത്തെ കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെപ്പോഴെന്ന് പറയും, മറ്റേ ചെഗുവേര മരിച്ചു കിടക്കുന്നൊരു ഫോട്ടോ ആണ്. അതിൽ ചെഗുവേരയുടെ കാലുകളും ഏകദേശം അങ്ങനെയാണ്, വിറങ്ങലിച്ച് ഇങ്ങനെ വലിഞ്ഞ് വിറങ്ങലിച്ച് കിടക്കുന്ന കാലുകളാണ്. അവരിവൻ മറ്റവൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മറ്റേ പിയാത്ത എന്ന് പറഞ്ഞു മേരിയുടെ മടിയിൽ കുരിശ് നിറങ്ങിയിട്ട് യേശു മറ്റേ കുരിശ് നിറങ്ങിയിട്ടാണോ അതോ ഈ കുരിശ് പാതയിലാണോ ഏത് പോയിന്റിലാണ് മേരിയുടെ മടി പിയാത്ത എന്ന് പറഞ്ഞിട്ടൊരു സ്കൾപ്ചർ ഉണ്ട്. അപ്പോൾ വാൻഗോഗൊക്കെ അത് വരച്ചിട്ടുണ്ട്. യേശു കുറിച്ച് മേരിയുടെ മദർ മേരിയുടെ മടിയിൽ ഇങ്ങനെ മൃതപ്രായനായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം, മൃതാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം. അപ്പോൾ ഈ റിസറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം അത് ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റേ ഈ റിസറക്ഷൻ എന്നുള്ളൊരു എലിമെൻ്റാണ്. ഇത് നമുക്ക് വേറെ സബാൾട്ടൺ ട്രഡീഷനിൽ നമുക്ക് ഈ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ഈജിപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഇതുപോലൊരു റിസറക്ഷൻ സ്റ്റോറി ഉണ്ട്. മറ്റേ ആ രാജാവ് മരിക്കുമ്പോൾ മറ്റേ ഇഷ്താർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവത നരകത്തിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഇയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അങ്ങനെ ഒരു സാധനം. അത് ഇവരുടെ ഈ വീനസിൻ്റെ റെട്രോഗ്രേഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ പലയിടത്തും നമുക്ക് ഈ മരിച്ച കൊന്നു തോറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഉണ്ട്. ഈ കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ കഥയിലൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരാളെ കൊന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സാധനമൊക്കെ. അപ്പോൾ അങ്ങനെ മറ്റേ എന്താ പറയുക, ഈ റിസറക്ഷൻ ശരിക്കൊരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയസ് മെറ്റാഫറാണ്. അപ്പോഴാണ് ഈ മറ്റേ പെയിനും ഈ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആ ഉണ്ടാക്കുന്ന ടെറർ, ഇതിനൊരു എന്താ പറയുക, ഈ ഒരു സീക്രട്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മതം എന്ന് പറയുന്നത് ഭയങ്കര ഓർഗനൈസ്ഡായി, അതിന് പ്രീസ്റ്റുകളുണ്ടായി, പിന്നെ ഫോർമാറ്റുകൾ ഓഫ് വർഷിപ്പുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് മതം ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇടത്തു നിന്നാണ് മതം തുടങ്ങുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുന്നതിന് മുമ്പ് അതിൽ പലപ്പോഴും ഈ ഒരു വെളിച്ചപ്പാടോ ഒരു ഒറാക്കിളോ ഒരു ഷാമനോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും നമുക്ക് കേരളത്തിൻ്റെയൊക്കെ സബാൾട്ടേൺ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെ എംബഡീഡ് ആയിട്ടുള്ള ഗോഡാണ്. അപ്പോൾ ഈ മനുഷ്യന് 2 ജീവിതമുണ്ട്. ഒന്ന് അയാളുടേതായിട്ടുള്ള ജീവിതവും, 2 പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്നുള്ള ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ജീവിതമുണ്ട്. അതുപോലെ തെയ്യം കളിക്കുന്ന ആളുകൾ. ഞാൻ ഈ കൊടുങ്ങല്ലൂർ അമ്മനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചപ്പാടുകളൊക്കെ കണ്ടപ്പോൾ മറ്റേ അതിലൊരാൾ പെയിൻറ്റിങ് പണിക്കൊക്കെ പോകണമല്ലോ. പക്ഷേ കൊടുങ്ങല്ലൂർ വരണയാകുമ്പോൾ മുമ്പിൽ വെളിച്ചപ്പാടൊക്കെ ആയിട്ട് ആ വേറെ ദിവസം അവർ വേറെ ആരോഗ്യമായിട്ട് ഭയങ്കര ഇതിൽ പോകും. ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പുഴയിൽ വീണു. കുട്ടി ഒരു 15-16 വയസ്സുള്ളപ്പോൾ അയാൾ പുഴയിൽ വീണു.
പുഴയിൽ വീണ് അയാൾ മുങ്ങിച്ചാവുന്നതായപ്പോൾ അടുത്ത് നിന്ന് മുള അങ്ങനെ വന്ന് അയാളിനെ തൂക്കിയെടുത്ത് കരക്കിട്ടു. അപ്പോൾ അയാളുടെ മുത്തിയമ്മയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പോയിന്റ് തൊട്ട് പിന്നെ അയാൾക്ക് ഇടയ്ക്ക് ട്രാൻസ് വരും. പിന്നെ ഒരു പോയിന്റ് അയാൾ കൊടുങ്ങല്ലൂർ അമ്മൻ്റെ വെളിച്ചപ്പാടായിട്ട് മാറും. അപ്പോൾ ഈ ഭരണിയൊക്കെ തുടങ്ങുന്ന മുമ്പിൽ അതിന് മുമ്പ് കൊടുങ്ങല്ലൂർ സമയത്ത് ഭരണിക്ക് പോകും. അല്ലാത്ത സമയത്ത് അയാൾക്ക് ചെറിയ വീട്ടിൻ്റെ മുമ്പിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്, മൂപ്പരുടെ മുത്തിയമ്മൻ്റെ ഇയാളുടെ വാളൊക്കെ വെച്ചിട്ടുള്ള. അവിടെ പോയി ഇയാൾ ഉറഞ്ഞുള്ളി എന്നിട്ട് പേടിയൊക്കെ ആയിട്ട് ഒരാൾക്ക് ഊതുക, പ്രാർത്ഥിക്കുക, ചരട് ജപിച്ച് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് മൂപ്പരുടെ. മൂപ്പരൊരു ശാമനാണ്. അപ്പോൾ അവർ ഈ സമയത്ത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്നതിന് മുമ്പ് കോഴിനെയൊക്കെ കൊന്ന് മറ്റേ ആ കോഴിനെ കൊല്ലുക പറഞ്ഞാൽ തലയെക്കുട്ടി ഇങ്ങനെ ഇടും. അപ്പോൾ ഈ റിച്വൽ സ്പേസിൽ ഇങ്ങനെ കോഴി കിടന്നിങ്ങനെ തുള്ളി ഈ ചെറിയ തറയിൻ്റെ അവിടെയൊക്കെ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇതൊക്കെയാണ് ഈ ഷാമനിസത്തിൻ്റെ ഒരു സാധനം പറഞ്ഞ ഒരു ഡയറക്റ്റ് ഹ്യൂമൻ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ്. അയാൾ ഈ ഷാമൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ അവരുടെ മറ്റേ ഫിയറിനെ ആയിരിക്കും ചിലപ്പോൾ ഹീൽ ചെയ്യുക, ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ പെയിനെ ഹീൽ ചെയ്യും, ചിലപ്പോൾ അവരുടെ മഴ ഉണ്ടാവില്ല അല്ലെങ്കിൽ വെയിൽ കൂടി. അപ്പോൾ ഇതിനൊക്കെ ഈ ഷാമൻ ഇടപെടും. ഇവരുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും, ഇവരുടെ മറ്റേ ഗോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും, ഇവരുടെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും, ഇവരുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെയും, ഇവരുടെ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം ഇവർ ഷാമനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഷാമൻ്റെ ഒരു മരുന്നുണ്ടാവും, ഷാമൻ്റെ ഒരു മന്ത്രം ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഈ മരുന്നും മന്ത്രം എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. അപ്പം മരുന്നും മന്ത്രവും ഒരേ ആളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഈ ഷാമൻസ് ഉണ്ടാകുന്ന, ഈ വെളിച്ചപ്പാടുകൾ ഉണ്ടാകുന്നതിന് മറ്റേ ഈ ഷാമനിസം എന്നാണ് ഇതിന് പറയുന്നത്. പ്രീ റിലീജിയസ് ആയിട്ടുള്ള ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ടോട്ടമിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇതിൽ പലപ്പോഴും നമ്മൾ മൃഗങ്ങളായിട്ട് എംബഡീഡ് ആകുക. നമുക്ക് മറ്റേ ഇപ്പം ട്രോപ്പിക്കൽ മെലഡി കൊണ്ട് അഭിചാപ്പോങ്ങിൻ്റെ ഒരു പടത്തിൽ ഈ ടൈഗർ ഷാമനുണ്ട്. അയാൾ പകൽ സമയത്ത് മനുഷ്യനും രാത്രി സമയത്ത് കടുവയുമായിരിക്കും. അപ്പം ഇങ്ങനത്തെ പല ഇതൊരു മേഖലയാണ് കേട്ടോ ഷാമനിസം പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റേ ഈ മെർസി അലിയാട് ഈ ഷാമനിസത്തിനുള്ള ബുക്ക് എഴുതിയപ്പോൾ അയാൾ പറഞ്ഞൊരു സാധനം, ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ളൊരു സാധനം, ഇതിൽ പല തരത്തിൽ ഒരു ഇൻറ്റൻസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുന്ന സമയത്ത് അയാളിലൊരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ചിൽ പിന്നീട് അയാളുടെ വിൽ ടു സർവൈവ് ഏതോ ഒരു പോയിന്റിൽ അയാളുടെ യുക്തിക്ക് അതീതമായ എന്തിനും ഒന്നിനും കയറി പിടിച്ചിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. അയാളുടെ എന്തൊരു എക്സ്ട്രീം ട്രാജഡീൻ്റെ അകത്തോ അല്ലെങ്കിൽ എക്സ്ട്രീം പ്രശ്നത്തിൻ്റെ അകത്ത് ആ യുക്തിക്ക് അതീതമായ ഏതോ ഒന്ന് അയാളെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ആ സർവൈവിൽ അതിന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു ചിന്തയ്ക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അയാൾക്കപ്പം ഷാമനാവാൻ കഴിയും. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയാളുടെ സഫറിങ് അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇയാൾക്ക് ഇൻസൈറ്റുകൾ കൂടും. അങ്ങനെ കുറേ എന്താ പറയുക, അയാൾ വേറെ തന്നെ ഒരു മനുഷ്യനായിട്ട് മാറും. പിന്നീട് ആരും കാണാത്ത എന്തോ അയാൾ കണ്ടിട്ടുണ്ട്. അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ കണ്ടിട്ടുള്ളത് എക്സ്ട്രീം ഫിയറിലൂടെ ആവും. ഭയങ്കര ഭയപ്പെടുത്തുന്ന ഏതോ ഒരു അനുഭവത്തിലൂടെ പോയിട്ട് അങ്ങനെ താന്ത്രിക് പ്രാക്ടീസുകളിലൊക്കെ മറ്റേ ബുദ്ധിസ്റ്റ് തന്ത്രയിലായാലും ഇന്ത്യൻ തന്ത്രയിലായാലും ഈ ശ്മശാനത്തിലൊക്കെ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ ഡെത്ത് എന്നുള്ള റിയാലിറ്റീനെ എക്സ്ട്രീം നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് നമ്മളുടെ ഫിയറിനെ അത്രയും ഡെലിബറേറ്റ്ലി ഇവോക്ക് ചെയ്തിട്ട് നമ്മളുടെ അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന സാധനമാണ്. അത് ഡെലിബറേറ്റ് പ്രാക്ടീസാണ്. ഇതല്ലാതെ തന്നെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് ഒരു ഷാമനിക് എക്സ്പീരിയൻസ് ഉണ്ടാവാം. അയാളിൽ വേറൊരു ഇൻസൈറ്റ് ഉണ്ടാവും. ചിലപ്പോൾ അയാൾ അതിനുശേഷം കൂടുതൽ കരുണയുള്ളവനായിട്ടുണ്ടാവും. ചിലപ്പോൾ അയാൾ അതിനുശേഷം കൂടുതൽ ഭ്രാന്തനായിട്ടുണ്ടാവും. ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാണ്ട് പോകും പലർക്കും. ഇതെങ്ങനെയാണ് മറ്റേ ഞാൻ ഇതിൻ്റെ പുറത്ത് കടന്നത് എന്ന് മനസ്സിലാവാണ്ടാകുമ്പോൾ നമ്മുടെ റാഷണൽ മൈൻഡ് തോൽക്കും. റാഷണൽ മൈൻഡ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈഗോ കളഞ്ഞിട്ട് അത് നമ്മുടെ എസ്തെറ്റിക് മൈൻഡിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ അവൻ നമ്മളെ ഭ്രാന്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പിത്ത് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് തമിഴിൽ. സിത്തന്മാരുമുണ്ട് പിത്തന്മാരുമുണ്ട്. പിത്തൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നർത്ഥം. ഇത് പിത്ത കൺട്രോളിൽ വെച്ച് കിട്ടാൻ നമ്മൾ സിത്തരായിട്ടോ. ആ സിത്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ഷാമൻസ് അല്ലെങ്കിൽ മജീഷ്യൻസ്. അപ്പോൾ അവർ ഈ മാഡ്നെസ്സിനെ അവർ നാവിഗേറ്റ് ചെയ്യാൻ ശീലിച്ചു, അല്ലെങ്കിൽ അവരതിനെ ഹോൾഡ് ചെയ്യാൻ പഠിച്ചിറക്കുന്നതാണ് അവരെന്തായത് സിദ്ധന്മാരായിട്ട് മാറിയത്. അപ്പോൾ ദർ ഈസ് സം സോർട്ട് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ സേക്രഡ് എക്സ്പീരിയൻസ്, മാഡ്നെസ്, അതുപോലെ ഇൻറ്റൻസ് ഫിയർ ഓർ ഇൻറ്റൻസ് സാഡ്നെസ്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ പറയുന്നത് ഗോ ടു യുവർ ഹാപ്പി പ്ലേസസ്. നമ്മൾ മനസ്സെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു സാധനമാണെന്നാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ അമേരിക്കൻ സൈക്കോളജി പറയുന്നത്. അത് പലപ്പോഴും തെറ്റാണ്. നമ്മുടെ മനസ്സ് സന്തോഷമായിട്ട് മാത്രം ഇരിക്കേണ്ട സാധനമല്ല, അത് എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോവുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കടലിൽ പോകുമ്പോൾ നമുക്ക് ഇത് വീട്ടിൽ കുഞ്ഞുങ്ങളെ അമ്മമാർ പറഞ്ഞവർ അയ്യോ അങ്ങോട്ട് പോയി കടലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ, അഡ്വഞ്ചർ എന്ന് പറയുന്നത് നമ്മളെ ത്രെട്ടൻ ചെയ്യുന്നൊരു എക്സ്പീരിയൻസാണ്. പക്ഷേ ആ എക്സ്പീരിയൻസ് ഒരേ സമയം എസ്തെറ്റിക്കുമാണ്. ഇത് വെറുതെ ഞാൻ ഏർന്നിട്ട് അടിക്കുകയല്ല. ഇത് കാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ ഫിലോസഫർ സബ്ലൈം, അയാളുടെ എസ്തെറ്റിക്കിനകത്ത് സബ്ലൈം എന്ന് പറഞ്ഞിട്ടൊരു നോഷനെ പറയുന്നുണ്ട്.
ഈ സബ്ലൈം എന്ന് പറയുന്ന സമയത്ത് ഒരേ സമയം നമ്മളെ അതീവമായിട്ട് ഭയപ്പെടുത്തുകയും എന്നാൽ അതേ സമയം നമ്മളെ അഗാധമായിട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് സബ്ലൈം. ഭയങ്കര ടെറിഫിക്കുമാണ്, അതേപോലെ തന്നെ ഭയങ്കര ഫാസിനേറ്റിങ്ങുമാണ്. അത് പലതരത്തിലാവാം, അതിൻ്റെ സ്കെയിലിലാവാം. നമ്മൾ വലിയൊരു മല കണ്ടു, ആ മല കാണുമ്പോൾ നമുക്ക് ഒരു സബ്ലിമിനൽ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് അതിൻ്റെ സ്കെയിൽ നമ്മൾ ഒരേ സമയം ഭയപ്പെടുത്തുകയും ഇത്രയും നമ്മുടെ ഇത് ഭയങ്കര ചെറുതല്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ചെറുതാണെന്നുള്ള സാധനം അതേ സമയം അതിനെ ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിന് ടൈമിൻ്റെ ഇതിലാവാം, എറ്റേണിറ്റീനെ നോക്കിയിട്ടാവാം, അതില്ലെങ്കിൽ അതിനെ നമുക്കുള്ള ഈ ഫിയറിലൂടെ ആവാം, ചില ഭയപ്പെടുത്തുന്നതാവാം, ചിലപ്പോൾ അങ്ങനെ പല തരത്തിൽ ഈ സബ്ലൈം വർക്ക് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സബ്ലിമിനൽ മൊമെൻ്റാണ് ഈ നമുക്ക് എപ്പോഴും ഏതൊരു മിത്തിൻ്റെയും ഹൃദയത്തിൽ കിടക്കണമെന്ന് പറയാം. ഞാൻ നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ സമയത്താണ് നമ്മൾ മിത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു മിത്ത് ഒരു ഇവൻ്റാണ്, ആ ഇവൻറ്റിൻ്റെ അകത്ത് ബറീഡാണ് ട്രൂത്തിനെ നമുക്ക് ഒരു ഇവൻറ്റിൻ്റെ അകത്തെ കണ്ടെത്താൻ കഴിയും. അതായത് നിനക്ക് ട്രൂത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞാൽ ദർ ഈസ് എൻ ഇവൻറ്റ് വെർ ദ ട്രൂത്ത് ഇസ് എക്സ്പോസ്ഡ് ആൻഡ് യു ഹാവ് ടു ബി ഇൻ ദാറ്റ് ഇവൻറ്റ്. അല്ലാണ്ട് നമുക്ക് ട്രൂത്തിനെ സെൻറ്റൻസിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇവൻ്റ്, അതൊരു പ്രപ്പോസിഷൻ അല്ല, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു സാധനമല്ല ട്രൂത്ത്. അതൊരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ കിട്ടുന്ന ഒരു സാധനം, അതൊരു ഇവൻ്റാണ്. അപ്പം ഇത് മനസ്സിലാകാൻ വേണ്ടി അതുകൊണ്ടാണ് ഹൈഡഗർ പ്രീസോക്രാറ്റിക്സിൻ്റെ അടുത്ത് പോകണം ഫിലോസഫി പഠിക്കണമെങ്കിൽ നേരത്തെ അത് പറയുന്നതിൻ്റെ കാരണം ഈ മിത്തുകളുടെ അകത്തായി ഈ സാധനം കിടക്കണം. അപ്പോൾ ഈ മിത്ത് ഇപ്പോൾ ഗ്രീക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊമീഥിയസിൻ്റെയും സിസിഫസിറ്റിയൊക്കെ കഥ പറഞ്ഞു. അതായത് ഏതോ ഒരു ട്രാജിക് മൊമെൻറ്റിൽ ഏതോ ഒരു നമ്മുടെ റീസൺ അവസാനിക്കുന്ന ഒരു എറ്റേണൽ ലൂപ്പിനകത്തേക്ക് ഇത് പെടുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് റീസണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഏതോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഈഡിപ്പസിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ അതിലൂടെ അതിൻ്റെ കത്താർസിസിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പാത്തോസിലൂടെയും ഫോബോസിലൂടെയൊക്കെ പോയിട്ട് ഈഡിപ്പസായിട്ട് എമ്പതൈസ് ചെയ്യുമ്പോൾ അയാളുടെ സിറ്റുവേഷൻ നമുക്ക് തരുന്ന ഒരു പീക്ക് ഉണ്ട് എക്സ്പീരിയൻസിൻ്റെ. അത് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇതാണ് സാധനം പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുക ഈഡിപ്പസ് എന്നുള്ളത് നാടകം എഴുതുക, ഈഡിപ്പസിൻ്റെ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുന്നു, കാണികളെ ഈഡിപ്പസ് പോയ അകത്തേക്ക് കൊണ്ടുപോകാൻ ഒന്ന് ശ്രമിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈഡിപ്പസ് എന്ത് റിയലൈസേഷൻ ഉണ്ടായില്ലെങ്കിൽ ഈഡിപ്പസിന് എന്ത് പറ്റി, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു കത്താർസിസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനൊരു കഥാർട്ടിക് മൊമെൻറ്റ് ഈ സിനിമയിൽ ഉണ്ടാകുന്നത്. അതാണ് ആ സിനിമേൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടി പറയുന്ന സാധനം. ഇന്നലെ ഭയങ്കര സേക്രഡാണ് പറയുന്നത്. ഒന്ന് ഇവർ പടം തുടങ്ങുന്നതിൻ്റെ പഴനീൻ്റെ ഒരു ഭയങ്കര രസമുള്ള വെളിച്ചങ്ങളുള്ള രാത്രിയിലെ പഴനി, കുറേ തുള്ളി വെളിച്ചങ്ങൾ ഡാർക്ക്നെസ്സിലേക്ക് ചെതറിപ്പോയിട്ട് അത് ലാൻഡ്സ്കേപ്പിനെ ഡിഫൈൻ ചെയ്യണം. ഇതാണ് രാത്രിയിൽ ഏത് ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ നമ്മൾ പഴനി പറയുമ്പോൾ ഗിരിവൽ, അതിൻ്റെ ചുറ്റുമുള്ള റോഡ്, ആ മലയിലേക്ക് കയറാനുള്ള കുഞ്ഞ് ലൈറ്റ്, മലയുടെ മുകളിലുള്ള ലെറ്റേഴ്സ്, ചുറ്റുമുള്ള വെളിച്ചങ്ങൾ, ഈ വെളിച്ചങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞ് അങ്ങനെ ഒരു വിശാലമായ ഇരുട്ടിൻ്റെ മുകളിലേക്ക് കുറേ വെളിച്ചത്തുള്ളികൾ പോയി വീണിട്ട് അത് ഡെപ്ത് ഓഫ് ഫീൽഡും ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. ഇത് തന്ത്രപ്രധാനമായ 2-3 ഇടങ്ങളിൽ ഈ ലൊക്കേഷൻ കയറി വരികയും ചെയ്യും. അത് എന്താ പറയുക, കൃത്യമായിട്ടുള്ള ഏതോ ഒരു നോട്ട് പോലെ അത് കയറി വരും. അപ്പോൾ അതിനകത്ത് ഇവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഡ്രൈവറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അത് ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞ സാധനമാണ്. നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അവൻ പോകാണ്ട് ഈ ഡ്രൈവറിൻ്റെ ഒപ്പം ഫുഡ് അടിക്കണം. അപ്പോൾ ഡ്രൈവർ ചോദിക്കണം നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് ദൈവം പറഞ്ഞാൽ എന്താണ്, പക്ഷേ ദൈവം എന്താണെന്ന് നിങ്ങളുടെ കൺവെർസേഷൻ വരുമ്പോൾ ഇയാൾ ദൈവം എന്താണെന്ന് ഇയാൾ ഡ്രൈവറിനോട് ചോദിക്കും, ഈ കുഴിയിൽ വീഴണോ. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ മോളിൽ നിന്നൊരു വെളിച്ചം പോലെയൊക്കെ അല്ലേ, ഈ ഡ്രൈവർ എന്ത് കൂടെ കടന്നുപോയെന്ന് നമുക്കറിയില്ല. അയാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഏത് എക്സ്പീരിയൻസ് ഡ്രോ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതായത് പടത്തിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ സാധനം ഭയങ്കര രസമുള്ളൊരു സാധനം. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ വർക്ക് ചെയ്യുന്നവരും. നമ്മൾ തുടക്കത്തിൽ പറയുന്ന ഒരു നോട്ട് ഇല്ലെങ്കിൽ ഒരു ജോക്ക് 2-3 കഥ കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന സമയത്ത് നമുക്കതൊരു ബ്യൂട്ടി ഉണ്ട്, റിപ്പീറ്റേഷൻ ഉണ്ട്. മ്യൂസിക്കിലും ആ റിപ്പീറ്റേഷനോട് ബ്യൂട്ടി ഉണ്ടാകും. ഈ ഡീറ്റെയിലിംഗ് അങ്ങനെ അത് റീഅപ്പിയർ ചെയ്യുന്ന സമയത്താണ് അത് മ്യൂസിക്കായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ മുകളിൽ വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള കൺവെർസേഷനാണ്, ഒരു വെളിച്ചം പോലെ. എന്നാൽ എൻ്റെ മുകളിൽ ഇരുട്ടാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഈ സാധനം ഒരു സാധാരണ കൺവെർസേഷനായിട്ട് പോയിട്ടുണ്ടാവും, പ്രൊവൈഡഡ് സെക്കൻഡ് ഹാഫ് മുഴുവൻ ഈ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ഒരു റോൾ പ്ലേ നടന്നുകൊണ്ടിരിക്കണം, ഒരു നാടകം നടന്നുകൊണ്ടിരിക്കണം, ഒരു ഡ്രാമ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ അറ്റർ ഡാർക്ക്നെസ്സിൽ കിടക്കുകയാണ്. ഇവർ ഒരു പോയിന്റിൽ കുറേ പോയിന്റിൽ ഇവരെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവന് അറ്റർ ഡാർക്ക്നെസ്സിൽ ഇവന് ഇടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഇവന് പ്രതീക്ഷ, ഇവൻ റിയാലിറ്റി അല്ല ഉള്ളത്. ഇവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. ഇവനൊന്നും അറിയില്ല, ഇവൻ മൊത്തം കട്ടായിട്ടിരിക്കുക.
പിന്നെ അതിൻ്റെ അകത്ത് ഫുള്ള് മറ്റേ ഈ വവ്വാൽ മൂത്രം ഒഴിച്ചിട്ട് ഭയങ്കര സൈക്കിഡിക് ആയിട്ടുള്ളൊരു എയറാണ്. അതിനകത്ത് പോകുമ്പോൾ തന്നെ ഇവൻ്റെ മനസ്സിന് മതിഭ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിത്തഭ്രമം വന്നിട്ടൊക്കെ ഉണ്ടാവും. ആ പോയിന്റിൽ ആ ഇരുട്ടിലേക്ക് പതുക്കെ ഒരു ഷോട്ടും ഉണ്ടാകും. ഈ വെളിച്ചത്തിൻ്റെ ഇവനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഇവൻ്റെ സുഹൃത്തുണ്ട്, റിസ്ക് എടുത്ത് ഇറങ്ങുന്ന ആ വെളിച്ചം ഇങ്ങനെ വരികയാണ്. അത് വരുമ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു വട്ടവും അതിൻ്റെ ചുറ്റും അവ്യക്തമായ ഒരു രൂപമൊക്കെ കാണും. നമ്മൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കും, ഇത് ഇവൻ്റെ വെളിച്ചം ഇവൻ്റെ അടുത്ത് വരുന്നത്. ഇവൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ പറയുന്നത് ഇവൻ്റെ രക്ഷിക്കാൻ വന്നവൻ്റെ പൊള്ളയിൽ കയറി പിടിക്കും. എന്താ എനിക്ക് ചാവണ്ട ആരാന്ന് ചോദിക്കുക, കഴുത്തി കയറി പിടിച്ചിട്ടോ ഭയങ്കര പ്രധാനമായിട്ട് പെട്ടെന്ന് പിന്നെയും പോകാൻ പറ്റും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇവനെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇവനിങ്ങനെ അരയെ കെട്ടിയിട്ട് ഈ വെളിച്ചമാണ് ചുറ്റി ഇരുട്ട് ഭയങ്കര ക്ലസ്റ്റർഫോബിക് ആയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ അകത്ത് കൂടെ ഇയാൾ ഇങ്ങനെ ഒരു മാലാഖയെ പോലെ ഇവനെയും കൊണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകണം, സ്വർഗാരോഹണം പോലെ ഒരു സാധനം. എന്നിട്ട് അതിന്നാണ് മറ്റേ റീബർത്ത് എന്ന് രാജുവേട്ടൻ നേരത്തെ പറഞ്ഞ ആ ഗുഹമുഖത്ത് നിൽക്കി പിറന്ന് വീഴണവൻ നഗ്നായിട്ട് എങ്ങനെ പിറന്ന പടി വീഴുകയാണ്. എന്നിട്ട് അവൻ്റെ സുഹൃത്തുക്കളുടെ മടിയിലേക്കാണ്. അപ്പോഴാണ് ആ പാട്ടൊക്കെ വന്നിട്ട് മണിത്തണ്ണൂരത്തെ കൊല്ല മണിതക്കാതലല്ലേ പറഞ്ഞ സാധനമൊക്കെയാണ് വരുന്നത്. മറ്റേ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മിസ്റ്റിസിസത്തിൽ നോക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു വികാരമാണ് പ്രണയം. അങ്ങനെ കൂടെ ആലോചിക്കുന്നുണ്ട്. മജ്നുമാരുടെയും മറ്റേ ഇവരുണ്ടല്ലോ മറ്റേ വേറൊരു കക്ഷികളുണ്ടല്ലോ പേർഷ്യത്തിൽ, ഈ സൂഫികൾ തന്നെ മെയിനായിട്ട് പ്രണയത്തിൻ്റെ സ്പിരിച്വാലിറ്റിയുടെയും മറ്റേ കണ്ടിന്യൂറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ എനിവേസ് അത് വേറെ കൺവെർസേഷനാണ്. ഞാൻ അങ്ങനെ ഒരു തിയറിറ്റിക്കലിയോ അല്ലെങ്കിൽ അത് എന്തൊക്കെ സിനിമ എന്തൊക്കെ പറയണോ അങ്ങനെയൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്. നമുക്കിതെങ്ങനെ കിട്ടി, കാരണം മറ്റുള്ളവർ പറയുമ്പോൾ അതും മറ്റേ കുറേ ആസ്പെക്റ്റ് ഉണ്ട് ഈ സിനിമ. ഇതിൽ പല തരത്തിൽ ഇതിൻ്റെ ഡിസ്കോഴ്സ് എടുക്കും. അങ്ങനെ അതാണ് ഒരു ക്ലാസിക് എന്ന് പറഞ്ഞതാണ്. മലയാള സിനിമയിലൊക്കെ ഇതിൻ്റെ അപൂർവം സംഭവിക്കുന്ന, നമുക്കൊന്നും തീരുമാനിച്ചുണ്ടാക്കാൻ പറ്റില്ല ഈ സിനിമ. ഇതൊക്കെ ഉണ്ടായി തീരേണ്ട സിനിമയില്ല. നേരത്തെ പറഞ്ഞ ബട്ടർഫ്ലൈ എഫക്റ്റ് ഒക്കെ കുറേ നടക്കുമ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയാം. ഞാൻ പറയണത് എങ്ങനെയാണത് എനിക്ക് കണക്ട് ചെയ്ത് എനിക്കതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ലെങ്കിൽ ഇതൊരു ഓർത്തിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്ന സാധനം. ഇങ്ങനെ ഒരു മിത്തിക്കൽ മൊമെൻറ്റിലേക്ക് നമ്മളെ ഈ സിനിമ കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്കും ഈ ഒരു റീബർത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു സാധനം ഇതിൻ്റെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മറ്റേ ഈ ക്രൈസ്റ്റിൻ്റെ മോട്ടീവ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞില്ല. ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സീക്രഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് റിസറക്ഷൻ പറയുന്നത്, അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക. പിന്നെ ഈ ഷാമിനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വെറുതെ അത് അന്വേഷിച്ച് പോയിട്ട് അതിൻ്റെ മുകളിൽ കോഴ്സൊക്കെ ചെയ്തിട്ടല്ല ഈ സാധനം വരിക. വെറുതെ നേരത്തെ പറഞ്ഞ സ്വാമി മറ്റേ വെളിച്ചപ്പാടിൻ്റെ കഥ പോലെ അയാൾ പശുവിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അറിയാണ്ട് വെള്ളത്തിൽ പെടും. കുട്ടിയായിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അയാൾക്കൊരു നീണ്ടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി. ആ മൊമെൻറ്റ് തൊട്ട് അയാൾ റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് പറഞ്ഞു, അയാളുടെ സീക്രട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് മാറുക. ഇത് ആർക്കും എപ്പോഴാണെങ്കിലും സംഭവിക്കുക. വെറുതെ നടന്നു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് റിയാലിറ്റി വേറെ പോലെയാണ് തോന്നാം, നമുക്കറിയില്ല. പക്ഷേ അറിയില്ല അങ്ങനെ ഭയങ്കര അബ്രപ്റ്റും അല്ല. ഇവർ അറിയണ ഇതിനകത്ത് റിസർച്ച് ചെയ്ത ആൾക്കാർ പറയണത് എക്സ്ട്രീമായ ഫിയറിലൂടെ പോകുമ്പോൾ, എക്സ്ട്രീമായിട്ടുള്ള ഒരു ഷോക്കിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ടുള്ള ഹങ്കർ അല്ലെങ്കിൽ ഫീവർ, അസുഖം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. വിശപ്പ്, ഇങ്ങനെയുള്ള ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള ഭ്രാന്ത്, ഇങ്ങനെയുള്ള പല പല ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് റിയാലിറ്റിനെ കുറിച്ച് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പെർസ്പെക്റ്റീവ്. ഇത് ഫങ്ഷണൽ പെർസ്പെക്റ്റീവാണ്, അത് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. ഇപ്പം അവർ പണ്ട് കാലത്തെ സൊസൈറ്റിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരായിരുന്നു മിത്ത് കീപ്പേഴ്സ്. അപ്പോൾ ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ നാർക്കോട്ടിക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ ഒരു മറ്റേ അമേരിക്കയിലെ അപ്പാച്ചി പോലുള്ള ട്രൈബുകളൊക്കെ നോക്കുമ്പോൾ അവർ പയോട്ട എന്ന് പറഞ്ഞിട്ടൊരു കള്ളിച്ചെടിയുടെ ചാറ് കുടിക്കും. എന്നിട്ട് അവർ ഒരു ഗുഹയ്ക്കകത്ത് തീയെ കത്തിച്ച് അതിനകത്ത് രാത്രി മുഴുവൻ ചിലവഴിക്കും. അതിൻ്റെ അകത്തു നിന്നാണ് അവരവരുടെ ദൈവങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഷാമനാവാൻ പോകുന്ന ആൾ ഒരു രാത്രി മുഴുവൻ ഈ ദൈവങ്ങളോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം ആരാ? ഇവൻ്റെ തന്നെ കോൺഷ്യസ്നെസ് ആണ്, ഇവൻ്റെ തന്നെ അവയർനെസ് ആണ്, ഇവൻ്റെ തന്നെ കൾച്ചറൽ മെമ്മറി എന്തൊക്കെയോ ആണ്. നമുക്ക് പിന്നെ അറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളും കൂടിയാണ് ആ ദൈവങ്ങൾ. അങ്ങനെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആൾട്ടറിങ് സംഭവിച്ചിട്ടാണ് അയാൾ പുറത്തിറങ്ങണം. ആ മൊമെൻ്റ് തൊട്ട് അയാൾക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളുടെ കൺസേൺസ് ഒന്നും ഇയാൾക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരാൾ മരിച്ചുപോയി, മരിച്ചു പോവല്ലോ, ആളുകൾ മരിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡെത്തിൻ്റെ അകത്ത് കൂടെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ശരി, എന്താ പറ്റിയത്, ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഏതോ ഒരു പോയിന്റിൽ ഒരു ഇരുത്തം വരും. എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ആൾക്ക്. ഈ സാധനമാണ് സിനിമേൻ്റെ എൻഡിങ്ങിലുള്ള ഇവരെല്ലാവരും ലൈക്ക് ദർ ഈസ് എ സീക്രട്ട്. ഇറ്റ്സ് നോട്ട് എ ഡെലിബറേറ്റ് സീക്രട്ട്. അവരറിയാണ്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഇതിപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏതോ ഒരു ടെറൈനിൽ എക്സ്പീരിയൻസ് ബ്രീഫ് മൊമെൻറ്റിൽ അവർക്ക് ആ ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ സൈലൻ്റ് ആയി പോകുന്നത്.
ആ സൈലൻസ് പറയുന്നത് ഒരു വിഭാസനേൻ്റെ പോലെ ഒരു സൈലൻസാണ്. പെട്ടെന്ന് തോട്ടൊക്കെ ബ്ലാങ്കായി പോയി, നമ്മളാകെ ഷോക്ക്ഡായി പോയി, അങ്ങനെ എന്തോ ഒരു സാധനമാണ്.